വാസ്തുശാസ്ത്രത്തിന് നിരക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ ബ്രഹ്മസ്ഥാനത്തുണ്ടെങ്കിൽ അവിടെയുള്ള അന്തേവാസികൾക്ക് ആത്മബന്ധം ഉണ്ടാവില്ല. രാശി വയ്ക്കുന്ന സമയത്ത് ഉദയത്തിൻ്റെയോ ആരൂഢത്തിൻ്റെയോ ചന്ദ്രൻ്റെയോ കേന്ദ്രത്തിൽ ഗുളിക നിൽക്കുക. ആ ഗ്രഹനിലയിൽ ആ ഗുളികനെ ശനി കൂടെ നിൽക്കുകയോ ശനി ദൃഷ്ടി ചെയ്യുകയോ ചെയ്താൽ ഉറപ്പായിട്ടും പറയാം അയാൾക്ക് ഏതൊരു മനുഷ്യനും 4 തരം മഹാബാധകളുണ്ട്. മഹാബാധകൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിനെ പരിഹരിക്കാൻ പറ്റില്ല, റെഡ്യൂസ് ചെയ്യാം. സുന്ദരം സാറേ, യെസ്, നമ്മളിപ്പോൾ ചില വീടുകളിൽ ഏത് നേരവും കലഹം ഒഴിഞ്ഞിട്ട് സമയം ഉണ്ടാവില്ല. ദാരിദ്ര്യമാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ നമ്മൾ ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങളെ പോലുള്ളവരുടെ അടുത്ത് വരുന്നത്. അപ്പൊ പറയും ഒന്ന് ആ വീട് മാറി താമസിച്ചാൽ മാറ്റം ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് എത്രത്തോളം പോസിബിൾ ആയിരിക്കും? തീർച്ചയായിട്ടും അത് പോസിബിളാണ്. എന്തുകൊണ്ടാണ് കലഹം ഉണ്ടാകുന്നത് എന്ന് പറയും. ഒരു വീടിൻ്റെ ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്ന മധ്യസ്ഥാനം, വീടിൻ്റെ ഒത്ത നടുത്തളം എന്ന് പറയില്ലേ, അല്ലെങ്കിൽ ഹോൾ എന്ന് നമ്മൾ പറയും, അവിടെ സ്റ്റെയർ കേസ് വരിക. അവിടെ ചില ആളുകൾ ഈ ഒരടി കുഴിച്ചിട്ട് അവിടെ ഒരു വെള്ളം നിർത്തിയിട്ട് 4 കെട്ട് പോലെ ഉണ്ടാക്കി വയ്ക്കുക, വെള്ളം നിർത്തുക. അതായത് വാസ്തുശാസ്ത്രത്തിന് നിരക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ ബ്രഹ്മസ്ഥാനത്തുണ്ടെങ്കിൽ അവിടെയുള്ള അന്തേവാസികൾക്ക് ആത്മബന്ധം ഉണ്ടാവില്ല. അത് വാസ്തുശാസ്ത്രം പറയുന്നുണ്ട്. അപ്പോൾ ഒരു വീട് പണിയുമ്പോൾ കൃത്യതയോടുകൂടി ആ എല്ലാ തറനിരപ്പെല്ലാം ഒരേപോലെ ആയിരിക്കണം. ചില സ്ഥലത്ത് കൂടി ചില സ്ഥലത്ത് കുറഞ്ഞ് അങ്ങനെ വരാൻ പാടില്ല. എന്തുകൊണ്ട് ആ വീട്ടിലെ അന്തേവാസികൾ, വീട്ടിലെ ആളുകൾക്ക് ഐക്യമില്ല എന്നുള്ളത് ജ്യോത്സ്യന്മാരത് ചോദിച്ച് മനസ്സിലാക്കും. ഇങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ, അവരുടെ വീടിൻ്റെ സ്കെച്ചോ പ്ലാനോ അല്ലെങ്കിൽ വീടോ തന്നെ പോയി കാണുമ്പോൾ പറയാം, ദാ ഇങ്ങനെയാണ്, അഗ്നിമൂല നീണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലും ഇതിനെ പരിഹരിക്കാൻ പറ്റാത്തതായിട്ടുള്ള കാര്യമാണെന്ന് വിചാരിക്കുക. ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് വേറെ ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. അത് കൂട്ടുകുടുംബമായിട്ടുള്ളതായിരിക്കും. ഒരു സഹോദരൻ സമ്മതിക്കും, മറ്റേ സഹോദരൻ സമ്മതിക്കില്ല. ഇങ്ങനെ ഐക്യമില്ലല്ലോ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുന്നവരോട് ഞങ്ങൾ സാധാരണ പറയാറുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഒരു നല്ല വീട് എടുത്തിട്ട് വാടകയ്ക്കോ അല്ലെങ്കിൽ വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വാടകയ്ക്കോ ഒന്ന് മാറി താമസിച്ച് നോക്കൂ. തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ഉണ്ടാവും. അപ്പം അത് വാസ്തുവിൻ്റെ ആയിരിക്കും. ഇപ്പോൾ വാസ്തുവിൻ്റെ അല്ലാതെയും ഇത്തരത്തിലുള്ള ദോഷങ്ങൾ വരുമോ? വാസ്തുവിൻ്റെ അല്ലാതെ വരുന്നത് ശത്രുദോഷം കൊണ്ട് വരാം, ആഭിചാര ദോഷം കൊണ്ട് വരാം. ആരെങ്കിലും നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നത് കണ്ടിട്ട് കണ്ണിക്കടി എന്നൊക്കെ പറയില്ലേ, അസൂയ കുശുമ്പ് അങ്ങനെയൊക്കെ ഉള്ളവർ ബ്ലാക്ക് മാജിക് ചെയ്യും. ബ്ലാക്ക് മാജിക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് അന്ധവിശ്വാസമാണോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അനുഭവമുള്ളവർക്ക് അറിയാം. അത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ജ്യോതിഷത്തിനകത്ത് ഉദയാരൂഢ ചന്ദ്രാണാം ഗുളികയെ കേന്ദ്ര സംസ്ഥിതേ മന്ദദൃഷ്ടേ അഥവാ യുക്തേ ക്ഷുദ്രം രിപുകൃതം വതേൽ എന്ന് പ്രമാണം പറയുന്നുണ്ട്. രാശി വയ്ക്കുന്ന സമയത്ത് ഉദയത്തിൻ്റെയോ ആരൂഢത്തിൻ്റെയോ ചന്ദ്രൻ്റെയോ കേന്ദ്രത്തിൽ ഗുളിക നിൽക്കുക. ആ ഗ്രഹനിലയിൽ ആ ഗുളികനെ ശനി കൂടെ നിൽക്കുകയോ ശനി ദൃഷ്ടി ചെയ്യുകയോ ചെയ്താൽ ഉറപ്പായിട്ടും പറയാം അയാൾക്ക് ആഭിചാരം കിട്ടിയിട്ടുണ്ട് ശത്രുവിനാൽ. അതിപ്പം ഏത് രീതിയിലായിരിക്കും നമുക്കത് കിട്ടുന്നത്? പല രീതിയിൽ വരാം. ഇപ്പോൾ കൈവശത്തിൽ കൂടെ കൊണ്ടുവരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഇപ്പോൾ 4-ാം വേദം അഥർവവേദത്തിലൊക്കെ ഈ മുട്ടയിൽ ഒക്കെ എഴുതിയിട്ട് അതുകൊണ്ടേ കുഴിച്ചിടാം. ചെമ്പോലകൾ ചെമ്പ് തകിടുകളിലൊക്കെ എഴുതിയിട്ട് അതുകൊണ്ടേ നമ്മുടെ മുറ്റത്ത് കുഴിച്ചിടാം, അല്ലെങ്കിൽ ജപിച്ച ഭസ്മം കൊണ്ടേ കുഴിച്ചിടാം. എനിക്ക് എൻ്റെ ഒരു കേസിൽ ഇടുക്കി ഭാഗത്തുനിന്ന് വന്ന ഒരു ക്ലയൻറ്റിൻ്റെ വീട്ടിൽ അയാൾ മീൻ കച്ചവടം ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് എറണാകുളത്തുനിന്ന് മുനമ്പത്തുനിന്ന് പച്ചമീൻ കൊണ്ടുപോയിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ നാണയത്തിൽ അവരുടേതല്ലാത്ത നാണയത്തിൽ ഞാനിപ്പോൾ പറഞ്ഞു വന്നപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്ന, അപ്പോൾ നാണയത്തിൽ ഈ ദുർമന്ത്രം ഓതിയിട്ട് ഈ മീൻകടയുടെ ഉള്ളിൽ അവിടെ ഇവിടെ ഒക്കെ കൊണ്ടുവച്ചു. ഒരു 50 വയസ്സ് ഇരുന്ന് കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കുമോ? അപ്പോൾ അതെല്ലാം എനിക്കത് രാശിയിൽ നിന്ന് മനസ്സിലായി, ആ മുറിക്കകത്തുണ്ട് എന്നുള്ളത് മനസ്സിലായി. ഇവർ വിളിച്ച് ചോദിച്ചു, അവിടെ നിന്ന് ഇവിടുന്ന് തട്ടിൻ്റെ മുകളിൽ നിന്നൊക്കെ കുറേ പൈസ എടുത്തു. ഇതെല്ലാം ഒരു പാക്കറ്റിലാക്കി ഒഴുക്കുള്ള വെള്ളത്തെ കൊണ്ട് കളയാൻ പറഞ്ഞു. എന്നിട്ട് 1-2 പരിഹാരവും ചെയ്തു കൊടുത്തു. അവർക്ക് കുഴപ്പമുണ്ടായില്ല, അവരതിനെ അതിജീവിച്ചു. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള സംശയമാണ്, അപ്പം നമുക്ക് അങ്ങനെ ദോഷം വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇത് മാറ്റിക്കഴിഞ്ഞ് വീണ്ടും ചെയ്യില്ലേ? അപ്പം അത് വീണ്ടും നമുക്ക് ഭവിക്കില്ലേ? ഭവിക്കും. അതുകൊണ്ടാണ് ഏതൊരു മനുഷ്യനും 4 തരം മഹാബാധകളുണ്ട്. മഹാബാധകൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിനെ പരിഹരിക്കാൻ പറ്റില്ല, റെഡ്യൂസ് ചെയ്യാം അല്ലേ. ഒന്ന് പിതൃദോഷമാണ്, 2-ാമത്തെ സർപ്പശാപമാണ്, 3-ാമത്തെ ആഭിചാരമാണ്, 4-ാമത്തെ ധർമ്മദൈവകോപമാണ്, മൂലകുടുംബ ദോഷം.
അപ്പോൾ ഈ 4 എണ്ണത്തിനെയും നമ്മൾക്ക് ഇന്നലെ നമ്മൾ മൂലകുടുംബത്ത് പോയി വിളക്ക് മാല എല്ലാം കൊടുത്തതാണ്. ഇനി എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ 2 പ്രാവശ്യം നമ്മൾ പോയില്ലെങ്കിൽ വീണ്ടും അത് സിമ്പിളായിട്ട് ഞാൻ അതുപോലെയല്ല എന്നാലും പറയാം. നമ്മൾ ഇന്നലെ മിനിങ്ങാന്നൊക്കെ ഊണ് കഴിച്ചല്ലേ, ഇന്ന് ഊണ് കഴിച്ചില്ലെങ്കിൽ എന്താവും? നമുക്ക് വിശക്കും, അതിൻ്റെ ക്ഷീണം ഉണ്ടാവും അല്ലേ. കഴിഞ്ഞ മാസം അതിന് മുമ്പിലത്തെ മാസമൊക്കെ കറണ്ട് ബില്ല് കൊടുത്തതല്ലേ, എന്നാൽ 2 മാസം കൊടുക്കണ്ട എന്ന് വെച്ചാലോ പറ്റുമോ? അതുപോലെയാണ് ഏതിനൊരു വ്യവസ്ഥയുണ്ടല്ലോ. അപ്പോൾ അത്ര ലഘൂകരിക്കുകയല്ല ഞാൻ പെട്ടെന്നൊരു തമാശൻ്റെ രൂപത്തിൽ മറുപടി പറഞ്ഞാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആഭിചാരദോഷം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ദുരിതം വരും. വീടിൻ്റെ വാസ്തുവിൻ്റെ ദോഷം അല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആഭിചാരദോഷം ഉണ്ടെങ്കിൽ വരും, പിതൃക്കളുടെ ദോഷം ഉണ്ടെങ്കിൽ വരും, സർപ്പശാപമുണ്ടെങ്കിൽ വരും. മനസ്സിലായോ? ധർമ്മദൈവം എല്ലാവർക്കും, ഇപ്പോൾ കാട്ടിലുള്ള ആദിവാസികൾക്ക് പോലും അവരുടെ കുലദൈവമുണ്ട്. എല്ലാ ജാതി മത ആളുകൾക്കുമുണ്ട് അല്ലേ. ഇപ്പോൾ ഇതിലൊന്നും ഇല്ലാത്ത നിരീശ്വരവാദികൾക്കാണെങ്കിൽ അവരുടെ ഒരു ഓഫീസ് ഉണ്ടാവും. അതാണ് അവരുടെ തറവാട് മൂലകുടുംബം എന്ന് നമ്മൾ കണക്കാക്കാം. അപ്പോൾ അവിടെ അവർ സമ്മേളിക്കും അല്ലേ, സമ്മേളനം വയ്ക്കും, വാർഷിക യോഗം നടത്തും, അങ്ങനെയൊക്കെ. അതുപോലെ നമ്മളും അത് കൂടേണ്ടതാണ്. ഈ 4 തരം മഹാബാധകളെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് അത് കൃത്യതയിൽ വരുത്തണം. ശരീരത്തിലെ കഫം, വാതം, പിത്തം ഇത് ഒരെണ്ണം കുറഞ്ഞാലും ഒരെണ്ണം കൂടിയാലും നമുക്ക് രോഗം വരും, അതുമായി ബന്ധപ്പെട്ട രോഗം വരും. അപ്പോൾ അരോഗദൃഢഗാത്രം നമുക്ക് വേണമെങ്കിൽ എന്താ വേണ്ടത്? ഈ ത്രിദോഷങ്ങളെ കൺട്രോൾ ചെയ്ത് നിർത്തണം. ഈ 3 അവസ്ഥകളെ തുല്യമായിട്ടാണെങ്കിൽ അവൻ ആരോഗ്യവാനാണ്, ആരോഗ്യവതിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ നമ്മൾ നേരത്തെ അഭിചാരം ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ എല്ലാം മണ്ണിനടിയിലേക്കായിരുന്നു. അപ്പൊ എന്താണ് എല്ലാം മണ്ണിനടിയിൽ? അതെന്താ? ആ ഭൂമിയിൽ നാം അധിവസിക്കുന്ന ഭൂമി, ആ ഭൂമി നമ്മളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ആ ഭൂമിയുടെ ഗ്രാവിറ്റിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ആ മണ്ണിൽ കൊണ്ടുപോയി എന്ത് ചെയ്താലും ഈ ഗ്രാവിറ്റി നമ്മളെയും ബാധിക്കും. നെഗറ്റീവ് ഗ്രാവിറ്റി നമ്മളെയും ബാധിക്കും. നമുക്ക് മൗഢ്യം ഉണ്ടാവും, നമ്മുടെ ബുദ്ധി നശിക്കും, നമ്മുടെ ഉള്ളിൽ കലഹം ഉണ്ടാവും, കാമക്രോധ ലോഭ അഹങ്കാരാദികൾ നമ്മളിൽ വർദ്ധിക്കും. അപ്പം ഈഗോ വരും. അതാണ് കുടുംബഛിദ്രം ഉണ്ടാവുന്നത്. അഭിചാരദോഷവും കൈവശവും ഒക്കെ ഉണ്ടോന്ന് അറിയാൻ പറ്റുന്നത് എങ്ങനെയാണ്? സ്വയം തിരിച്ചറിയാൻ നമ്മൾക്കത് അതിനുള്ള നോളജ്, അതിനുള്ള മനോബുദ്ധിയും കൂടി ഉണ്ടെങ്കിൽ തിരിച്ചറിയാം ഞാൻ എനിക്ക് എന്തു പറ്റി എന്ന്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും CCTV വെക്കുന്നത് പുറത്തേക്കല്ലേ. തെക്ക് വശത്ത് എന്താ നടക്കുന്നത്, വടക്ക് വശത്ത് എന്താ നടക്കുന്നത്? ആരെങ്കിലും സ്വയം ഞാനെന്താ ചെയ്യണമെന്ന് നോക്കിയിട്ടുണ്ടോ? എനിക്കെന്താ കുഴപ്പമെന്ന് ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? അങ്ങനെ നോക്ക്, ഞാൻ ശരിയാണോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം. എന്നെ എന്തുകൊണ്ട് മറ്റുള്ളവരൊക്കെ തള്ളി പറയുന്നു, എന്നിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് സ്വയം ഒന്ന് വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത് എൻ്റെ ഈഗോ കാരണം ഞാൻ എന്നിലേക്ക് നോക്കില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എങ്ങനെ ഇരുന്നാൽ മതി എന്ന് ഞാൻ വയ്ക്കും. അപ്പം എന്ത് ചെയ്യും? അത് അവിടെയാണ് കുഴപ്പം. ലോകത്ത് ഞാൻ മാത്രം ക്ലിയർ, ബാക്കി എല്ലാവരും പൊട്ടയാണ്. ഇതാണ് എല്ലാവരുടെയും ധാരണ. പിടികിട്ടിയോ? തന്നെ പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാനല്ലേ യേശുദേവൻ പറഞ്ഞിട്ടുള്ളത്? എത്ര പേര് സ്നേഹിക്കുന്നുണ്ട്? അവിടെ കുഴപ്പം. അപ്പൊ അതുപോലെ ഇപ്പം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ നമുക്കതിന് അർഹത ഉണ്ടായിട്ട് പോലും അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഇതുപോലെയുള്ള എന്തെങ്കിലും ദോഷം കൊണ്ടായിരിക്കും? ആകാം. എന്തുകൊണ്ടാണെന്ന് നമ്മൾ വിശകലനം ചെയ്താൽ, അതിൻ്റെ പുറകെ ശാസ്ത്രീയമായി പോയാൽ ഒരു സ്ഥലത്തെത്തും. എവരി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വലൻ്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നല്ലേ. നമ്മൾക്ക് ഈ ആക്ഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആരോ എന്തോ ചെയ്തിട്ടുണ്ട്. അത് ഇപ്പൊ മനസ്സുകൊണ്ട് വിചാരിച്ചാലും അങ്ങനെയല്ലേ. അപ്പൊ ഈ ചിലര് ഇപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ മനോവിഷമം അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചതായിരിക്കാം. അപ്പൊ അതില് വിഷമിച്ചിട്ട് അവര് മോശമാകണം, അല്ല അവര് നശിച്ചു പോകണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചാൽ അത് ചിലപ്പോൾ അറിയാതെ ചെയ്തതാണെങ്കിലും ഭവിക്കും. അറിയാതെ ചെയ്തതാണെങ്കിലും മറ്റേയാൾക്ക് അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വന്നില്ലേ? ഇപ്പോൾ 2 വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിച്ച് അതിൽ ഒരാൾ മരിച്ചു. ഈ മരിച്ച ആൾക്ക് കുടുംബമുണ്ട്, അച്ഛനും അമ്മയുണ്ട്, ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. അവരുടെ വീട്ടിൽ ആകെ അനാഥമായി, ആശ്രയം നഷ്ടപ്പെട്ടു. അവരിരുന്ന് പ്രാഗില്ലേ, ഇയാൾ മനഃപൂർവ്വമാണോ റോട്ടിൽ കൂടെ ഓടുന്ന വണ്ടി ആരാണ്, ഏത് വണ്ടിയാണ്, എത്രാമത്തെ നമ്പറാണെന്ന് അറിഞ്ഞുകൊണ്ടാണോ കൂട്ടിയിടിക്കുന്നത്? അല്ലല്ലോ. അപ്പം അങ്ങനെ വന്ന് ഇടിച്ചു, അവിചാരിതമായി മരിച്ചുപോയി.
പക്ഷേ മരണപ്പെട്ട ആളുടെ വീട്ടുകാർ ഇരുന്ന് പ്രാകും. അവൻ്റെ തലയിൽ ഇടുത്തി വെട്ടട്ടെ, അല്ലെങ്കിൽ അവനെ പാമ്പ് കടിക്കട്ടെ, അല്ലെങ്കിൽ അവന് അങ്ങനെ സംഭവിക്കട്ടെ ഇങ്ങനെ സംഭവിക്കട്ടെ എന്നൊക്കെ ഇരുന്ന് പ്രാകും. അവനവരുടെ ഭാഷ ചൈതന്യം അനുസരിച്ച് അങ്ങോട്ട് പറയും. അപ്പം അങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഫലിക്കും. അല്ല സർ, ഈ പ്രാക്കായാലും എന്ത് തന്നെ ആയാലും ഫലിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു നമ്മുടെ ഭാഗത്തും ഒരു സത്യം വേണം. ഇപ്പം ഇതുപോലെയാണെങ്കിൽ ഓക്കെ, സത്യമുണ്ട്. അതല്ല വെറുതെ ഇങ്ങനെ പ്രാകുന്ന ഒരുപാട് പേരില്ലേ, ഉണ്ടെന്ന്. അങ്ങനെയുള്ള പ്രാക്കൊക്കെ ഏക്കും. ഏക്കും, എല്ലാ പ്രാക്കും ഏക്കും. ഇപ്പം പണ്ടത്തെ നമ്മുടെ പുരാണ കഥകളിലൊക്കെ വായിച്ചിട്ടില്ല, ദുർവാസാവ് മഹർഷി എല്ലാവരെയും ശപിക്കുന്ന പെട്ടെന്ന് ക്ഷിപ്രകോപിയാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് നീ അങ്ങനെ ആവട്ടെ എന്ന് ശപിക്കും. അത് കഴിഞ്ഞ് ഞാനങ്ങനെ ചെയ്തിട്ടില്ല മുനി, ഇങ്ങനെയാണ്, ഓഹോ എന്നാൽ നീ ഇന്നതുപോലെ ചെയ്തോളൂ. അപ്പം തന്നെ ശാപമോഷം കൊടുക്കുക. മനസ്സിലായോ? അതിന് പരിഹാരം ആ ശപിച്ച ആൾ തന്നെ അത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം തീരാവുന്നേ ഉള്ളൂ. അത് ചെയ്യൂലല്ലോ. അതിന് പകരം നമ്മൾ ഇതിനെ വേറെ ആളെ കൊണ്ട് അങ്ങോട്ട് ബ്ലാക്ക് മാജിക് ചെയ്യാനാണല്ലേ എല്ലാവരും ശ്രമിക്കുന്നത്. അവിടെ കുഴപ്പം. അപ്പം ഈ പ്രാക്കെന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും തിരിച്ചടി കിട്ടാവുന്ന ഒന്നുകൂടിയല്ലേ? തീർച്ചയായിട്ടും തിരിച്ചടിയും കിട്ടാം. അത് ശ്രമിക്കുന്നില്ലല്ലോ. ഞാൻ കാവ്യ ഒരൊറ്റ ഇടി തരുമെന്ന് വെച്ചോ, കാവ്യ അത് കൊണ്ടിട്ട് വേദന എടുത്തിട്ട് എന്നെ 2 ഇടി അടിച്ചു. ഞാൻ കൊണ്ടില്ലേ? മനസ്സിലായില്ലേ ആ പ്രളത്തിൽ? അത് പ്രതീക്ഷിക്കണം. നമസ്കാരം. നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.